മാലൂട്ടി തേങ്ങ അരക്കിയ തേങ്ങയും മുളകും കൂടി അരക്കിയ അതെ അതെ ഈ തേങ്ങയും മുളകും കൂടി അരയ്ക്കുമ്പോ ഏറ്റവും മുമ്പ് അറിയണത് തേങ്ങയാണോ അതോ മുളകാണോ? എനിക്കിതൊന്ന് പഠിക്കുന്നുണ്ട്, പഠിപ്പിച്ചു തരോ? അതൊക്കെ സ്വന്തം വീട്ടിൽ പോയി പഠിച്ചാൽ മതി. അടുത്തത് ராசாத்திக்கு 1200ங்க. ஏய் நில்லு. எங்க வந்த? வந்த புள்ளிய வாமான்னு கூப்பிடாம எடுத்த எடுப்புலயே எங்க வந்தேன்னு கேக்குற? நீ புருஷன் கைய புடிச்சிட்டு வந்திருந்தீனா வாமான்னு உள்ள கூப்பிட்டு வாய்க்கு ருசியா ஆக்கி போட்டு அமுச்சு வச்சிருப்ப. நீ கையில பொட்டியில புடிச்சிட்டு வந்திருக்க. அதான் அங்க என்னமோ நடந்திருக்கு, நீ கோச்சிட்டு வந்திருக்கேன்னு புரிஞ்சுக்கிட்டேன். புரிஞ்சுக்கிட்டல? அதேதான். இனிமே அந்த குடும்பத்துல என்னால வாழ முடியாது. என்னம்மா பேசாம போற? என்ன பேசுறது? அவங்க யாருன்னு தெரியுமில்ல? கரிச்சிபாளையம் பண்ணைக்காரங்க, என் அண்ணன் பசங்க. அந்த குடும்பத்திலே உன்னால பொழைக்க முடியலன்னா நீ வேற எங்கேயுமே பொழைக்க முடியாது. எங்கேயும் பொழைக்க வேண்டாம். நான் இனிமே இங்கேயே தங்கலாங்கிற முடிவோட வந்திருக்கேன். பைத்தியக்காரி, ஒரு பொண்ணுக்கு கழுத்துல தாலி ஏறிட்டாலே கட்டையில போற வரைக்கும் கட்டவு வீடு தாண்டி நிரந்தரம். அத புரிஞ்சுக்கிட்டே போய் பொழைக்கிற வழிய பார். நான் அங்க போக மாட்டேன். இங்க இருக்கிறதுக்கு நான் ஒத்துக்க மாட்டேன். அப்ப என்ன எங்க போ சொல்ற? செத்து போடி. டேய், இவளை வெளியில தள்ளிட்டு கதவு மூடுங்கடா. ഒരു ഇഡ്ഡലിയും കൂടെ. എന്താ? അല്ല, എനിക്ക് ഒന്ന് മതി, രണ്ടെണ്ണം വേണ്ടെന്ന് പറയായിരുന്നു. പ്രായവും ആരോഗ്യസ്ഥിതി അനുസരിച്ച് കലോറി കണക്കാക്കിയിട്ടാണ് ഭക്ഷണം തീരുമാനിച്ചിട്ടുള്ളത്. അത് കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല. ദേ, ഇതെപ്പോഴും എപ്പോഴും എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കരുത്, പറഞ്ഞേക്കാം. കാര്യം ഞാൻ മനക്കാം. 5 ലക്ഷം നമുക്ക് അപ്പൊ തന്നെ ബാങ്കിലിട്ടേക്കണം. വളർന്നു വരുന്ന നാളെ അവളുടെ കല്യാണമാണെന്ന്. ഹലോ ആലിയെ, ഞാൻ ചിലപ്പോഴേ 2-3 ദിവസത്തേക്ക് സ്കൂളിലോട്ട് വരില്ല. നാളെ എന്റെ കല്യാണോ? ആരെയും അച്ഛനും അമ്മ പെട്ടെന്ന് അങ്ങ് തീരുമാനിച്ചു. എല്ലാം പെട്ടെന്നായിരുന്നേ. നീ സ്കൂളിലെ ടീച്ചറിനോട് കുട്ടികളോട് എല്ലായിടത്തും പറഞ്ഞേ കേട്ടോ. അയ്യോ, വന്ന് വിളിക്കാൻ സമയമില്ലടി, നാളെ കല്യാണമല്ലേ. വരണേ നാളെ എല്ലാരും. താങ്ക് യു. ശരി. ആരുടെ കല്യാണം പറഞ്ഞു? എന്തിനിങ്ങനെ തുറച്ചു നോക്കുന്നേ? അമ്മയുടെ പോക്ക് വരവൊക്കെ നാട്ടിൽ മൊത്തം പാട്ടാ. അമ്മയ്ക്ക് വട്ടാന്ന് പറയുന്നവരേ ഉള്ളൂ മൊത്തം. പെറ്റുള്ളക്ക് വട്ടാന്ന് പറഞ്ഞപ്പോ കേട്ടോണ്ട് പോന്നല്ലോ എന്റെ മോള്. അങ്ങനെ വേണം മക്കളായ. അല്ലാണ്ട് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അമ്മ കണ്ട കള്ളന്റെ പുറകെ ഓടണ പോലെ ഞാൻ ഈ കാണുന്ന നാട്ടുകാരുടെ പുറകെ മൊത്തം പോണെന്നാ? നീ ആരുടെ പുറകിലും പോണ്ട മോളെ. പിന്നെ ഈ പറയുന്ന നാട്ടുകാരുടെ ചെലവിലല്ല ഞാൻ കഴിയുന്നത്, നിന്റെ പോലും. നിനക്കിങ്ങനെ എന്റെ മുമ്പിൽ ധൈര്യമായിട്ട് ഞെളിഞ്ഞു നിന്ന് കുറ്റം പറയാൻ ഒരു ജോലി ഉണ്ടല്ലോ, അതുപോലും അമ്മയുടെ ഈ വട്ടുകൊണ്ട് കിട്ടിയതാ. നീ കുറച്ചുമ്പേ പറഞ്ഞല്ലോ ഞാൻ കെട്ടും കെട്ടിക്കൊണ്ട് പോകുന്ന നിനക്ക് വലിയ നാണക്കേടായെന്ന്. 2 മാതൃകാധ്യാപകരുടെ മോളാ നീ. ഒരു ചെറിയ കാര്യത്തിൽ നിനക്ക് ഇത്രയും നാണക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കണ്ട കള്ളന്മാരുടെയൊക്കെ മക്കളുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ. ഇടയ്ക്കൊക്കെ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കണം, അപ്പൊ മനസ്സിലാവും നീ എത്ര ഭാഗ്യവതിയാണെന്ന്, കേട്ടോ. இத பாருங்க, நீங்க என்ன பத்தி என்ன வேணாலும் பேசுங்க. நமக்கு அவசரத்துக்கு கடன் கொடுத்து உதவன அந்த வாத்தியாரை பத்தி எதுவும் பேசாதீங்க. அவரு நமக்கு தெய்வம் மாதிரி. இது தெய்வமா? ஆமா. ஏண்டி, சில்லற காசு 2000 ரூபாய் கொடுத்தன உனக்கு தெய்வம்னா 10 வருஷமா உனக்கு சோறு போட்டு துணிமணி எடுத்து கொடுத்து 4 புள்ள பாக்கியம் கொடுத்திருக்கனே, நான் யாரு? யாரு? புறம்போக்கா? சொல்றி பொறுக்கியா? ஏய், இந்த கிச்சிக்கால் வேலையெல்லாம் என்கிட்ட வச்சுக்கிறாத. ஒத்த கால தனியா வெட்டிப்பிடி ஒண்ணு. என்ன ஆட்டுற? 2 காலையும் வெட்டிப்பிடி வண்டி, அப்புறம் வண்டி வச்சுதான் தள்ளிட்டு போனோம். ஸ்ரீலங்கா நீயனா எல்டிடி இன்னானா ஐயோ வாய கொஞ்சம் மூடு. டிஎம்கே நீயனா ஏடிஎம்கே நானா கோட்டையில நம்ம வீட்ட போடே. வாய் மேலே சு 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 தோடா நீ நச்சு 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 வாய் மேலே இச்சு இச்சு தாடா நீ நச்சு.